ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് ജോലിയുള്ളവരാണെങ്കിലും സ്വന്തം വീട്ടിലാണ് താമസമെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡ് ബിസിനസ്സായിട്ട് ആട് വളർത്തി തുടങ്ങാവുന്നതാണ്. വീട്ടിലെന്ന് ഉദ്ദേശിച്ചത് റൂമെടുത്ത് പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് ഇത് നടക്കില്ല. എന്തായാലും കുറച്ച് സ്ഥലം ചുറ്റുപാടെങ്കിലും വേണം. അങ്ങനെയുള്ളവർക്ക് ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് ആട് വളർത്തൽ തുടങ്ങാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല. സ്കൂളിന് പോവുകയാണെങ്കിലും അതല്ല ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതിന് മുന്നേ ആയിട്ട് അവർക്കുള്ള വെള്ളവും തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവരെ തീറ്റാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കുറച്ച് തീറ്റ പുറത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരാനുള്ള ആ ഒരു സമയം മതി, ഒരു അരമണിക്കൂർ മതിയാകും. അത് എടുത്തുകൊണ്ട് വന്ന് അവർക്ക് ഇട്ട് കൊടുക്കുക, വെള്ളവും കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇനി 2 നേരം വെള്ളം കൊടുത്താലും ഒരു കുഴപ്പമില്ല. 3 നേരം കൊടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾക്ക് കൂട്ടിലോ അവർക്ക് കഴിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ശീലിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാവാണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണം കേട്ടോ. കോഴികൾ ചെനക്കി മണ്ണ് ഇളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് അവർ വരില്ല. അതല്ലെങ്കിൽ ചിക്കി പരത്തിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും അതിനൊരു സൈഡ് ബിസിനസ് എന്ന പോലെ നമുക്ക് ആട് വളർത്തി തുടങ്ങാവുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. കുറച്ച് തീറ്റ കണ്ടെത്തണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പിണ്ണാക്കോത്ത് അവിടെ എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്കങ്ങനെ വെള്ളം കൊടുക്കാനും സുഖമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങാവുന്നതാണ്. ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്